നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ന്യായീകരിച്ച് ദതിപ്പം CPM എത്തുമെന്ന് പറഞ്ഞങ്ങോട്ട് നാവ് വായിലേക്കിട്ടില്ല. ദാ എത്തി ന്യായീകരണ കുറിപ്പ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയെ ന്യായീകരിച്ച് CPMന്റെ രേഖ. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ കേസെടുത്തപ്പോൾ പാർട്ടി രേഖാമൂലം ഇത്തരത്തിൽ വിശദീകരണം നടത്തിയിട്ടേയില്ല. ഇത് ചരിത്രം. കേസിന്റെ വഴിക്ക് പോകുമായിരുന്നു എന്നായിരുന്നു വിശദീകരണം. നേതാക്കളുടെ കുടുംബത്തിനെതിരെ ഉയർന്ന ആരോപണം രേഖയുടെ കീഴ്ഘടകങ്ങളിൽ വിശദീകരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ രേഖയാണ് എക്സാലോജിക്കിനെ ന്യായീകരിച്ചിട്ടുള്ളത്. രേഖയുടെ പകർപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്താണ് എക്സാലോജിക്കിനെ കുറിച്ചും പറയുന്നത്. രേഖകൾ പറയുന്നത് ഇങ്ങനെ: വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജി കമ്പനിയുടെ ഇടപാടുകളെ പോലും വൈകീർത്തീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയങ്ങളിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചാരണം നടത്തിയത്. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും തേജോവധം ചെയ്യുക എന്നതാണ് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയായി തന്നെ അവർ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് രേഖയിൽ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരോ എക്സാലോജിക്കിന് പണം കൈമാറിയ CMRന്റെ പേരോ രേഖയിൽ പരാമർശിക്കുന്നുമില്ല. സർക്കാരിന്റെ വികസനത്തിന് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്ന നിലപാടും സ്വീകരിക്കുകയാണിവിടെ. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ നിരവധി കള്ളക്കഥകൾ മെനയുന്ന രീതി കേന്ദ്ര ഏജൻസികളുടെയും അതുപോലെയുള്ള സംസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് എന്ന് രേഖയിൽ പറയുന്നുണ്ട്. സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ എക്സാലോജി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്ന ഉറപ്പായതോടുകൂടിയാണ് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന KSIDCയുടെ ആവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു. എന്തിനാണ് ഭയക്കുന്നത് എന്നായിരുന്നു ഹൈക്കോടതി അന്ന് ചോദിച്ചത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സുപ്രീം കോടതി വക്കീലിനെ അടക്കം ഇറക്കി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് വീണ വിജയൻ അടക്കമുള്ളവർ നിർദ്ദേശിക്കുന്നത്. തന്റെ പേരിലെ കുറ്റം എന്താണ്, പിടിച്ചെടുത്ത സ്വത്തുക്കൾ അല്ലെങ്കിൽ വിവരങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഈ കേസിന്റെ ഒരു ഗതി എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് ഹർജി ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും CPM കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എടുക്കാത്ത ഒരു വെള്ളക്കൊടി പ്രയോഗം ഇവിടെ വീണയ്ക്കെതിരെ എടുക്കുമ്പോൾ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് വ്യക്തമായി അറിയാവുന്ന സാഹചര്യത്തിലോടുകൂടി കടന്നു പോവുകയാണെന്ന് വ്യക്തം.